ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഒടിബിൾ അല്ലേ? കേൾക്കണില്ല? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ആ ഓഡിബിൾ ആണ്. ഓക്കെ, ഞാൻ വീഡിയോ ഓഫ് ആക്കുന്നുണ്ട്. വൈഫൈൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട്. ഓക്കെ. സോ ഒരിക്കൽ കൂടി എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. അധികം സമയം എടുക്കുന്നില്ല. എന്താണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അതിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാമ്യയിലെ പ്രൊഫഷണൽ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കോഴ്സുകൾ വരുന്നത് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലാണ്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കോഴ്സുകളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട ഒരു ഫസ്റ്റത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സാണ് MSW അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. MA സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ്റെ PGനെ മാസ്റ്റേഴ്സിനെ പല രൂപത്തിൽ പല യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യാറുണ്ട്, പല കൊണോട്ടേഷൻസ് കൊടുത്ത് വിളിക്കാറുണ്ട്. MSW എന്ന് വിളിക്കുന്നവരുണ്ട്, MA ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നവരുണ്ട്, MA സോഷ്യൽ വർക്ക് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ പല രൂപത്തിൽ നിങ്ങൾക്ക് ഈ കോഴ്സിനെ പറ്റി കാണാൻ കഴിയും. ജാമ്യയിലെ കോഴ്സിനെ MA സോഷ്യൽ വർക്ക് എന്നാണ് പ്രൊസ്പെക്ടസിൽ ഒഫീഷ്യലി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കൂടി MSW എന്ന് തന്നെയാണ് ഡിപ്പാർട്ട്മെന്റൽ ഡോക്യുമെന്റ്സിലൊക്കെ കാണുന്നത്. അഥവാ സിലബസ് ആയിക്കോട്ടെ, മറ്റുള്ള ബാക്കിയുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഈ കോഴ്സിനെ മെൻഷൻ ചെയ്യുന്നിടത്തൊക്കെ MSW എന്ന് തന്നെയാണ് കാണുന്നത്. സോ നമുക്ക് പ്രാക്ടീഷണേഴ്സ് ആയിക്കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടുന്നത് നടത്താം. 4 സെമസ്റ്റർ കോഴ്സാണ്, അഥവാ 2 വർഷത്തെ കോഴ്സാണ് ജാമ്യ MSW പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 42ഓളം സീറ്റുകളാണ് MSWയിൽ ഉള്ളത്. അതിൽ മുൻപൊക്കെ സൂചിപ്പിച്ചതുപോലെ ജാമ്യയിൽ 50% സീറ്റുകൾ മുസ്ലിം റിസർവേഷൻ ആണ്. 50%-ൽ 30% മുസ്ലിം കാറ്റഗറിക്കും ജനറൽ മുസ്ലിം കാറ്റഗറിക്കും, ബാക്കി 10% മുസ്ലിം വിമണിനും, ബാക്കി 10% OBC ST കാറ്റഗറീസിൽ പെട്ടിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള OBC ST കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള ആളുകൾക്കുള്ളതാണ് റിസർവേഷൻസ് വരുന്നത്. ഇതിന് പുറമെ സ്പോർട്സ് കോട്ടയിൽ വരുന്ന ആളുകൾക്കും അതേപോലെ തന്നെയുള്ള മറ്റ് സൂപ്പർ ന്യൂമററി ആയിട്ടുള്ള കോട്ടയിലേക്ക് വരുന്ന ആളുകൾക്കുള്ള അഡീഷണൽ സീറ്റുകൾ എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഇതാണ് MA സോഷ്യൽ വർക്ക് എന്നുള്ള കോഴ്സിനെ പറ്റി പറയുമ്പോൾ പ്രൈമറി ആയിട്ട് പറയാനുള്ളത്. ആൻഡ് കഴിഞ്ഞ വർഷത്തെ ഫീസിനെക്കാട്ടിലും ഒരു ചെറിയ ഹൈക്ക് ഫീൽ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 15,000 രൂപയോളം, 14,875 രൂപയാണ് കോഴ്സിന്റെ 1 ഇയർ ഫീ വരുന്നത്. കോഴ്സിന്റെ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നുന്നു. അഥവാ ഈ ഒരു ഫീ മാത്രമല്ല MA സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന കോഴ്സിനുള്ളത്. ഇതിന് പുറമെ കുറച്ചും കൂടി ഫീ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോഴ്സിന് വരുന്നുണ്ട്. കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞു പോകുമ്പോൾ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റി തരാൻ തോന്നുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 വർഷത്തെ കോഴ്സാണ്, 4 സെമസ്റ്ററുകളിലായിക്കൊണ്ട്. ആൻഡ് ഫീൽഡ് വർക്ക് ഒരു നെസസറി കമ്പോണന്റ് ആണ്, കമ്പൽസറി കമ്പോണന്റ് ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഫീൽഡ് വർക്ക് എന്ത് ചെയ്യണം, ഈ കോഴ്സിന്റെ കംപ്ലീഷന് വേണ്ടിക്കൊണ്ട് ചെയ്യണം. കൺകറന്റ് ടൈപ്പ് ഓഫ് ഫീൽഡ് വർക്കാണ് ഈ കോഴ്സിനുള്ളത്. കൺകറന്റ് ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ കോഴ്സ് 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ മുഴുവൻ ചെയ്തതിന് ശേഷം ബ്ലോക്ക് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, 1 മാസം 2 മാസമൊക്കെ ഒന്നിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇന്റേൺഷിപ്പിന് പ്ലേസ് ചെയ്യും അല്ലേ. എന്നാൽ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെയല്ല ജാമ്യയിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, വീക്ക്ലി 2 ഡേയ്സ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഫീൽഡ് വർക്കിൽ എൻഗേജ് ചെയ്യണം എന്നുള്ളതാണ്. അതിനാണ് കൺകറന്റ് ഫീൽഡ് വർക്ക് എന്ന് പറയാം. സോ ജാമ്യയിൽ കൺകറന്റ് ഫീൽഡ് വർക്കാണ് ഉള്ളത്. നമ്മൾ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് ഇയറിൽ കുറച്ചൊക്കെ റാൻഡ് ആയിക്കൊണ്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു NGOയിലോ ഏജൻസിയിലോ ഒക്കെ പ്ലേസ് ചെയ്ത് തരും. ആൻഡ് അവരുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ഇയർ വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്പെഷ്യലൈസേഷൻ ഏതാന്നുള്ളത് ചൂസ് ചെയ്ത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഏജൻസി തരും. സോ ഈ ഇതാണ് ഒരു കമ്പൽസറി ആയിട്ടുള്ള കമ്പോണന്റ്. മറ്റൊരു കമ്പൽസറി ആയിട്ടുള്ള കമ്പോണന്റ് ജാമ്യന്റെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഒരു റൂറൽ ക്യാമ്പാണ്. ഒരു 10 ഡേ റൂറൽ ക്യാമ്പ് ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവർക്കും മസ്റ്റാണ്. അത് കഴിഞ്ഞൊരു 3 വർഷം ആയിക്കൊണ്ട് മധ്യപ്രദേശിലുള്ള ദേവാസ് ഡിസ്ട്രിക്റ്റിലുള്ള SPS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലേക്കാണ് പോയോണ്ടിരിക്കുന്നത്. മേ ബി എന്തെങ്കിലും ചേഞ്ച് വന്നേക്കാം. ഈ ഒരു കമ്പോണന്റിന് വേണ്ടിക്കൊണ്ട് അഡീഷണൽ ഫീസ് എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെന്റ് ലെവി ചെയ്യും. ഏകദേശം ഈ വർഷം ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിയത് 7,500 രൂപയോളാണ് ഈ വർഷം എന്ത് ചെയ്തത്, വാങ്ങിയത്. ഏകദേശം ഒരു 6,500 രൂപന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചെലവ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു റിട്ടേൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു എമൗണ്ട് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ കോഴ്സിന് വരുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ളൊരു അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് പറയും, ഓർമ്മിപ്പിക്കുകയാണ്. ആൻഡ് ഇതിന് പുറമെ നമ്മുടെ കോഴ്സിന്റെ ഒരു പ്രധാനപ്പെട്ട കമ്പോണന്റ് എന്ന് പറയുന്നത് വീക്ക്ലി ഒരു ദിവസം സ്കിൽ ലാബ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്പോണന്റ് ഉണ്ട്. അഥവാ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ ആകാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണൽ ആകാൻ വേണ്ടിക്കൊണ്ട്
ഒരു ആസ്പിരൻറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സ്കിൽ സെറ്റുകളുണ്ട്. ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആയിക്കോട്ടെ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇത് കുറച്ചും കൂടി ഒരു റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സോഷ്യൽ വർക്കർ പ്രൊഫഷണൽസും അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ വന്നുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന വർക്ക്ഷോപ്പുകളായിരിക്കും ഈ സ്കിൽ ലാബുകളിലൂടെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഇതിൻ്റെ ഒരു ഫീ കൂടി എന്ത് ചെയ്യും, നമുക്ക് ഇതിൻ്റെ കൂടെ വരും. നിങ്ങൾ പ്രൊസ്പെക്ടസിലൂടെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഫീ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൻ്റെ ഫീ നമ്മൾ ഒന്നിച്ച് അടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്, അതിന് വേറെ സെപ്പറേറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, അഡീഷണൽ ഫീ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി നിങ്ങൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് സോഷ്യൽ വർക്കിൻ്റെ ഒരു കോഴ്സ് സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതേപോലെ തന്നെ MHR എന്ന് പറയുന്നത്, അല്ലെങ്കിൽ MA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നതും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള സെയിം കോഴ്സാണ്. പക്ഷേ ഇതിന്റെ പ്ലേസ് ഇവരുടെ ഫീൽഡ് വർക്ക് വരുന്നതും കൺകറന്റ് ആയിക്കൊണ്ട് തന്നെയാണ് MHRMന്റെ. ഇപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു കോഴ്സ് സ്ട്രക്ചർ ആയിക്കൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് സ്കിൽ ലാബുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ എന്താ പറയാ, ഫീൽഡ് വർക്ക് ഉണ്ടാവും, ബാക്കി നെസസറി ആയിക്കൊണ്ടുള്ള ഒരു റൂറൽ ക്യാമ്പ് സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ ഉണ്ടാകും. പിന്നുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് ADPH ആണ്, അഡ്വാൻസ് ഡിപ്ലോമ ഇൻ പബ്ലിക് ഹെൽത്ത്. ഇതൊരു 1 ഇയർ ഡിപ്ലോമ കോഴ്സാണ്, 2 സെമസ്റ്റർ മാത്രമല്ല, 12 സീറ്റ് മാത്രമേ ഉള്ളൂ ഈ കോഴ്സിനുള്ളത്. സോ ഇതും ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത്രയാണ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റി പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് സൂചിപ്പിക്കുക. അല്ലെങ്കിൽ ഇതിലേക്കുള്ള എൻട്രൻസ് എങ്ങനെയാണ്, പ്രിപ്പറേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. MA സോഷ്യൽ വർക്കിനും അതേപോലെ തന്നെ MA HRMനും അഡ്വാൻസ് ഡിപ്ലോമക്കും എല്ലാം സെപ്പറേറ്റ് ആയിക്കൊണ്ടുള്ള എൻട്രൻസുകളാണ് നടക്കാറുള്ളത്. M13, M14, A11 ഇത് മൂന്നുമാണ് ഇതിന്റെ കോഴ്സ് കോഡുകൾ വരുന്നത്. ഇതിൽ മൂന്ന് കോഴ്സുകൾക്കും മൂന്ന് കമ്പോണൻസ് വരുന്നുണ്ട് എൻട്രൻസിന്. പ്രധാനമായിട്ടുള്ള ഫസ്റ്റത്തെ കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മളെ റിട്ടൺ ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പോലെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്ന കൈൻഡ് ഓഫ് എൻട്രൻസ് ആണ്. അത് ഒരു കൈൻഡ് ഓഫ് എലിമിനേഷൻ ആണ് ഫസ്റ്റത്തെ ആ ഒരു റൗണ്ട് എന്ന് പറയുന്നത്. ഒരുപാട് കുട്ടികൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ സെൻറ്റർ അനുവദിച്ചിട്ടുള്ള, ഡൽഹിക്ക് പുറത്ത് സെൻറ്റർ അനുവദിച്ചിട്ടുള്ള ചുരുക്കം ചില കോഴ്സുകളിൽ പെട്ട 2-3 കോഴ്സുകളാണ് MA സോഷ്യൽ വർക്കും MA HRM ഒക്കെ. സോ ഈ കോഴ്സുകൾക്ക് പുറത്ത് സെൻറ്റർ ഉണ്ട്. ഫസ്റ്റത്തെ റൗണ്ട് ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ അതിൽ മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതും അതിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുക എന്നുള്ളതുമാണ്. അതിന്റെ ഒരു കട്ട് ഓഫിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, രണ്ടാമതൊരു ഷോർട്ട് ലിസ്റ്റ് പുറത്തു വിടും, അഥവാ ഒരു ഇന്റർവ്യൂ കോൾ പുറത്തു വിടും. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ കോളിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, അതിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡേ ആൻഡ് ടൈം നോട്ട് ചെയ്തിട്ട് ഡൽഹിയിൽ യൂണിവേഴ്സിറ്റി സെന്ററിൽ വന്നുകൊണ്ട് എന്ത് ചെയ്യണം, അവരുടെ ഇന്റർവ്യൂവും ഗ്രൂപ്പ് ഡിസ്കഷനും അറ്റൻഡ് ചെയ്യണം. അഥവാ ഇത് രണ്ടും 2 കമ്പോണൻസ് ആണ്, ബട്ട് രണ്ടും ഒരേ ദിവസം തന്നെയാണ് എന്ത് ചെയ്യാറുള്ളത്, നടക്കാറുള്ളത്. നിങ്ങൾ പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 കമ്പോണന്റിലും പങ്കെടുക്കാൻ പറ്റും. അല്ലാതെ പരീക്ഷ കഴിഞ്ഞിട്ട് GD നടത്തി അതിന് വീണ്ടും ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ട് പിന്നീട് ഇന്റർവ്യൂ നടത്തുന്നു എന്നുള്ളതല്ല. പരീക്ഷയിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആവുന്ന എല്ലാവർക്കും എന്തുണ്ട്, നിർബന്ധമായിട്ടും GDയും ഇന്റർവ്യൂവും 2 കമ്പോണൻസ് ആണ്. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. ഒരേ സെയിം ഡേയിൽ തന്നെ ആയിരിക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പേഴ്സൺ ഒരേ ദിവസം തന്നെ ആയിരിക്കും രണ്ടും ഉണ്ടാകാൻ പോകുന്നത്. ഇതാണ് എൻട്രൻസിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പ്രധാനമായിട്ടും കോഴ്സിന്റെ ഒരു ധാരണ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇതാണ്. പിന്നെ ഒരു എന്താണ് ഇതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റാങ്കിങ് എന്നുള്ളതൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇന്ത്യയിലുള്ള സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ്സ്, ഒന്ന് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് മുംബൈ ആണ്, ടിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡെവലപ്മെന്റ് പ്രോഗ്രാംസിന് സോഷ്യൽ വർക്ക് പോലുള്ള കുറച്ചുകൂടി ഫീൽഡ് വർക്ക് ഓറിയന്റഡ് ആയിക്കൊണ്ടുള്ള കുറച്ചുകൂടി പ്രാക്ടീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എക്സ്റ്റൻഷൻ പോലുള്ള കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഒന്നും കൂടി ഡിപ്പെൻഡ് ചെയ്യാവുന്ന, കുറച്ചുകൂടി ക്വാളിറ്റിയിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ജാമ്യ. ടിസ്സും മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ വർക്കിന് വേണ്ടിക്കൊണ്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കാണ് ജാമ്യ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഡിപ്പാർട്ട്മെന്റ്, അതൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല, അതൊരു UGC സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ആണ്. അഥവാ ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റിയും അവിടുന്ന് ആവുന്ന വിദ്യാർത്ഥികളുടെ ഒരു പെർഫോമൻസിന് ബേസ് ചെയ്തുകൊണ്ട് UGC കൊടുക്കുന്ന ഒരു അഡീഷണൽ സ്ഥാനമാണ് അത്. ആൻഡ് അത് കിട്ടിയ ജാമ്യയിലെ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അഥവാ ഒരു UGC സെന്റർ ഫോർ അഡ്വാൻസ് സ്റ്റഡിയും കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടും സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഈ 2-3 പ്രൊഫഷണൽ കോഴ്സുകളെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നത്.
സൂചിപ്പിക്കാനുള്ളത്. ഇനി പ്ലേസ്മെന്റ്സ് എന്താണ് എന്നുള്ളതായിരിക്കും മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകാൻ പോകുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ഡൗട്ട് എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല രൂപത്തിൽ ജാമ്യയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ പ്ലേസ്മെന്റ് ഉണ്ടാവാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏതൊക്കെ കമ്പനികളാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സൗത്ത് സൈഡിൽ നിന്നുള്ള ഓർഗനൈസേഷൻസിന്റെ എണ്ണം കുറവാണ് എന്നുണ്ടെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടുള്ള ഒട്ടുമിക്ക ഓർഗനൈസേഷനുകളിൽ നിന്നും മദർ ഡയറി പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇന്ത്യൻ ഓയിൽ പോലുള്ള ഇവിടുത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗവൺമെന്റൽ ബോഡീസ് എന്നുള്ള അതേപോലെ തന്നെയുള്ള പ്രധാൻ പോലുള്ള ആക്ഷൻ എയ്ഡ് പോലുള്ള ഒരുവിധ എല്ലാ ഓർഗനൈസേഷനുകളിൽ നിന്നും NGO-കളിൽ നിന്നും എന്ത് ചെയ്യാറുണ്ട്, ഇവിടെ പ്ലേസ്മെന്റിന് ആളുകൾ വരാറുണ്ട്. അത്യാവശ്യം നല്ല പാക്കേജോട് കൂടി തന്നെ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾ പോവാറുണ്ട്. ഒരു സോഷ്യൽ വർക്കറിന്റെ ഒരു ഇനീഷ്യൽ പാക്കേജ് എന്നുള്ള ഒരു ഇതിലുള്ള ഒരു 6 to 8 LPA ഒക്കെ എന്തായാലും ഷുവർട്ടി ഉള്ള പാക്കേജുകളാണ്, ഗ്യാരണ്ടീഡ് ആണ്. ആൻഡ് കുറച്ചും കൂടി നല്ല പാക്കേജുകളൊക്കെ ഒരു 10 വരെയൊക്കെ LPA കിട്ടുന്ന രൂപത്തിലുള്ള പാക്കേജുകൾ എന്ത് ചെയ്യാറുണ്ട്, ജാമ്യയിൽ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇത് എല്ലാവർക്കും ഉള്ളതല്ല, പ്ലേസ്മെന്റിന് ഇരിക്കും. ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നു എന്ന് ഉറപ്പുള്ള ആളുകൾക്കുള്ള ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ വരുന്ന ആളുകളിൽ ചില ആൾക്കാരൊക്കെ ഒരു 4-5 LPAയിൽ പോകുന്ന ആളുകളും ഉണ്ട്. അത് അക്കോർഡിംഗ് ടു നമ്മൾ എന്ത് വർക്ക് കൾച്ചറാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എന്നുള്ളതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഓൾ ടോട്ടൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ കോഴ്സിനെ കുറിച്ചിട്ടും ഇത്രയാണ് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ സൂചിപ്പിക്കാണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം. ജസ്റ്റ് എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിക്കുക എന്നുള്ളതാണ് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ആൻഡ് എൻട്രൻസിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം. അഥവാ ഓരോന്നിനും ഓരോ മാർക്കാണ്, ഓരോ കമ്പോണന്റിനും എന്തുണ്ട്, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് സിലബസ് ഒന്ന് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രയാണ് ഓരോ കമ്പോണന്റിനും മാർക്സ് വരുന്നത് എന്നുള്ളത്. സോ നിങ്ങൾ റിട്ടേൺ എൻട്രൻസ് ടെസ്റ്റിൽ ഏറ്റവും നല്ല മാർക്ക് നേടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. കാരണം ഇന്റർവ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാലും അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അത്ര ഷുവർട്ടി ഇല്ല എത്രത്തോളം മാർക്ക് നമുക്ക് വരും എന്നുള്ളതോ, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും രൂപത്തിലുള്ള വേറെ ഇഷ്യൂസോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഫോക്കസ് ചെയ്യാൻ നല്ലത് നമ്മുടെ ഇതിലായിരിക്കും, എന്താ പറയുക, റിട്ടേൺ എക്സാമിലായിരിക്കും. സോ അതും കൂടി എല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക. ഒരു 80 ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഉള്ള 80 മാർക്സിനുള്ള റിട്ടേൺ എക്സാം ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. ബാക്കിയുള്ള 20 മാർക്ക് നമ്മളെ GDക്കും ഇന്റർവ്യൂവിനും. സോ ഹോൾ ടോട്ടൽ ഇതാണ് പറയാനുള്ളത്. ആൻഡ് MS സോഷ്യൽ വർക്കിന്റെ ഒരു എൻട്രൻസ് സിലബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് നോക്കി പഠിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയാൻ ഏറ്റവും നല്ലത്. കാരണം മറ്റേത് സിലബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ ആൻഡ് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലോജിക് ആൻഡ് റീസണിങ്, ഇങ്ങനെയൊക്കെയാണ് സിലബസ് പറയുക. അപ്പോൾ അത് കേട്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ ഒന്നും കൂടി ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ തൽക്കാലം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം മാറിയേക്കാണ്. ഇനി അടുത്ത സെഷൻസിന് ശേഷം ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള സമയത്ത് ബാക്കിയുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.